നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശം വിവാദമായിരുന്നു. മനുഷ്യന്റെ ജാതി മനുഷ്യത്വം എന്നതാണ് ഗുരുവിന്റെ സന്ദേശമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേത്രങ്ങളിൽ ഉടുപ്പൂരിക്കൊണ്ടുള്ള ദർശനത്തിൽ സാമൂഹിക ഇടപെടൽ ഉണ്ടാകണമെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതാണ് വിവാദമായത്. കാലാന്തരത്തിൽ ഇതിന് മാറ്റമുണ്ടാകണമെന്ന പ്രസ്താവന, ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു മുഖ്യമന്ത്രി നടത്തിയത്. എന്നാൽ ഇപ്പോൾ ഇതിനെ തള്ളി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രംഗത്ത് വന്നിരിക്കുന്നു. ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ പോയാൽ മതിയെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിച്ചു. ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ട്. അതിൽ മാറ്റം വരുത്തണോ എന്ന് തന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. ഭരണാധികാരികൾക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ തന്ത്രിയുമായി കൂടി ആലോചിക്കാമെന്നാണ് കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് കെ.ബി. ഗണേഷ് കുമാർ നടത്തിയിരിക്കുന്നത്. സനാതന ധർമ്മത്തിന്റെ വക്താവായി ഗുരുവിനെ സ്ഥാപിക്കാൻ ശ്രമം നടത്തുകയാണ് എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു മുഖ്യമന്ത്രി നടത്തിയത്. എന്നാൽ സനാതന ധർമ്മത്തെ ഉടച്ചു വാർത്തയാളാണ് ഗുരുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. മനുഷ്യത്വത്തിന്റെ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത്. സാമൂഹിക പരിഷ്കർത്താവായ ഗുരുവിനെ മത നേതാവാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സനാതന ധർമ്മത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിന്റെ രാജവാഴ്ചയാണെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. ജനാധിപത്യം അലർജിയാണെന്നതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. സനാതന ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനുള്ള നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു ശ്രീനാരായണ ഗുരുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സനാതന ധർമ്മത്തിന്റെ വക്താവായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട്. ഗുരു സനാതന ധർമ്മത്തിന്റെ വക്താവായിരുന്നില്ല. വർണ്ണാശ്രമ ധർമ്മത്തെ വെല്ലുവിളിച്ചും മറികടന്നും കാലത്തിനൊത്ത് നിലനിൽക്കുന്നതാണ് ഗുരുവിന്റെ നവയുഗ മാനവിക ധർമ്മമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മതാതീതമായ മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത്. അതിനെ സനാതന തത്വത്തിന്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്ദയാവുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗുരുദർശനത്തിന്റെ അടിത്തറ സനാതന ധർമ്മമാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരൻ പ്രസംഗിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു വിശദീകരണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് ഉദ്ഘോഷിച്ച ഗുരു എങ്ങനെ മതത്തിന്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടുവന്ന സനാതന ധർമ്മത്തിന്റെ വക്താവാകുമെന്നും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു. ഇടയ്ക്കിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന വാക്കാണ് സനാതന ഹിന്ദുത്വം. ചാതുർവർണ്ണീയ വ്യവസ്ഥ ഉടനീളം ചോദ്യം ചെയ്യുന്നതും ധിക്കരിക്കുന്നതുമായിരുന്നു ഗുരുവിന്റെ സന്യാസ ജീവിതം. ജാഗ്രതയുണ്ടായില്ലെങ്കിൽ ഗുരു എന്തിനൊക്കെ എതിരെ പൊരുതിയോ അതിന്റെയൊക്കെ വക്താവായി ഗുരുവിനെ അവതരിപ്പിക്കാനുള്ള ശ്രമമുണ്ടാകും. സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിനെ മത നേതാവായോ മതസന്യാസിയായോ കാണിക്കാനുള്ള ശ്രമം തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. എന്തായാലും ഇതിനൊക്കെ മറുപടിയായിട്ടാണ് ഇപ്പോൾ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.